രാവിലെ ആയിട്ടേ ഉള്ളൂ. സച്ചു കുഞ്ഞ് ഉറക്കാണ്, എണ്ണീറ്റിട്ടില്ല. അപ്പം ആദ്യം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പോകെ ചെയ്യാം. ഈ ഇൻട്രോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ നേരെ അടുക്കളയിലോട്ട് പോയി. ആ സമയത്തേക്കിന് സച്ചുവും കുഞ്ഞും എണ്ണിട്ടായിരുന്നു. അപ്പോൾ അച്ഛനും മോനും കൂടെ ബെഡ്റൂമിലുള്ള ബഹളമാണ് ഇപ്പോൾ ഈ കാണുന്നത്. നമ്മുടെ ഇന്നത്തെ ഒരു പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഗാർഡൻ. അത് മുഴുവനും നല്ല രീതിയിൽ കാട് പിടിച്ച് കിടപ്പുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും. അത് മാത്രമല്ല, ഇന്ന് നല്ല ക്ലൈമറ്റുമാണ്. അപ്പോൾ നമ്മൾ ഓർത്തു, ഓക്കെ എന്നാൽ നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാൻ ട്രൈ ചെയ്താലോ എന്നൊരു തോട്ട് വന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഓർത്തു, ഓക്കെ വായിനോടൊന്ന് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇതാ കണ്ടില്ല, നല്ല കാടാണ്. അപ്പോൾ ഇന്ന് മെയിനായിട്ട് അങ്ങനെ ചെയ്യാമെന്ന് നമ്മളങ്ങ് ഡിസൈഡ് ചെയ്തു. പക്ഷേ കാടൊക്കെ വെട്ടിത്തെളിക്കാൻ കൈവച്ച് തുടങ്ങിയപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്. ഇത് എടുത്തിട്ടും തീരുന്നില്ലായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ ഇറങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നു. സച്ചു പറഞ്ഞായിരുന്നു ഒന്നും ചെയ്യണ്ട എന്നൊക്കെ. പക്ഷെ സച്ചുവിൻ്റെ കഷ്ടപ്പാട് കണ്ടപ്പോൾ ഞാനായിട്ട് പറഞ്ഞു ഞാനും കൂടെ ഇറങ്ങാം എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാനും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ഇറങ്ങി. പക്ഷേ എവിടെ ഒരു രക്ഷയില്ല. എത്ര നോക്കിയിട്ടും നല്ല ബുദ്ധിമുട്ടാണ് അതൊക്കെ എടുക്കാനും ക്ലീൻ ചെയ്യാനും. ഇതിനിടയ്ക്ക് കുഞ്ഞാവ എവിടെയെന്നല്ലേ, അവനിതാ നമ്മുടെ അടുത്ത് തന്നെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. ആള് ഒരു കുഴപ്പമില്ലാണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ടും കേട്ടോണ്ടും ഒക്കെ കുറേ നേരം അങ്ങനെ ഇരുന്നു. ഒരു വഴക്കും ഇല്ലായിരുന്നു. നമ്മൾ ലാസ്റ്റ് ഈ പരിപാടിയെല്ലാം തീരുന്നത് വരെയും ഹാരുവിൻ്റെ സൈഡിൽ നിന്ന് ഒരു ബഹളമോ ഒരു വഴക്കോ ഒന്നും ഇല്ലായിരുന്നു. സച്ചു പറഞ്ഞത് വളരെ കറക്റ്റാണ്. നമ്മളെ കൊണ്ട് മൊത്തത്തിൽ നടപ്പാകുന്ന കാര്യമല്ല അത്. കുറേയൊക്കെ ട്രൈ ചെയ്തു, പക്ഷേ അവിടെ നിന്ന് അനങ്ങിയിട്ടില്ലത്. അപ്പോൾ പിന്നെ സച്ചു പറഞ്ഞാൽ നമുക്കിത് വിട്ടേക്കാം, നമുക്ക് ഗാർഡൻ കട്ട് ചെയ്യുന്ന ആക്സസറീസ് മേടിച്ചിട്ട് നമുക്ക് ബാക്കി ചെയ്യാമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമുക്കൊരാളെ വിളിച്ചിട്ട് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാനും അത് അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് നമ്മളത് അങ്ങനെ ഡിസൈഡ് ചെയ്തു. ഇനിയിപ്പോൾ ഒന്ന് കുളിക്കണം, ഒന്ന് ഫ്രഷ് ആവണം. നല്ല ടയർഡായി, അത്രയ്ക്കും പണിയുണ്ടായിരുന്നു. ഫ്രഷ് ആയതിന് ശേഷം ഒരു തട്ടിക്കുട്ടി ഡിന്നർ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. അപ്പം ഞാൻ അതുപോലെ തന്നെ ഫ്രഷ് ആവാൻ പോയി. അത് കഴിഞ്ഞിട്ട് കുഞ്ഞാപ്പിയെയും കുളിപ്പിച്ചു. അവനും വെയിലത്തൊക്കെ ഇരുന്നതല്ലേ, അപ്പം നല്ലപോലെ ടയേർഡായിരുന്നു. അപ്പോൾ ആളെ കുളിപ്പിച്ചിട്ട് ഇരുത്തിയിട്ടുള്ളൊരു സീനാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും സച്ച് പറഞ്ഞു, നീ ടയേർഡല്ലേ, ഞാനൊരു സംഭവം ഉണ്ടാക്കി തരാമെന്ന്. കുറേ നേരമായിട്ട് ആളിനെ കണ്ടില്ലായിരുന്നു. ഞാൻ വിളിച്ചപ്പോഴത്തേന് ഇങ്ങനെ ഇറങ്ങി വരുന്നതുള്ളൂ. അപ്പോൾ എന്താണ് അവിടെ പരിപാടി എന്ന് നോക്കാൻ വേണ്ടി ഞാൻ ചെന്നതാണ് ഇപ്പം ഈ കാണുന്നത്. ആള് എനിക്ക് വേണ്ടി മറ്റേ ഡൽഗോന കോഫി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു തീർന്നില്ല നീ പോന്ന് പറഞ്ഞിട്ട് എന്നെ ഓടിച്ചു വിട്ടു. അവസാനം എല്ലാം സെറ്റ് ചെയ്തിട്ട് കോഫിയും കൊണ്ട് വന്നു. പറയാണ്ടിരിക്കാൻ വയ്യല്ലോ, നല്ല കോഫിയായിരുന്നു. അല്ലെങ്കിൽ സച്ച് കോഫി ഉണ്ടാക്കുന്നതിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ഡിന്നർ ടൈമായി, അത് എൻ്റെ ടേൺ ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ തട്ടിക്കൂട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന്. അപ്പോൾ സച്ച് പറഞ്ഞു വൈനോട്ട് നമുക്ക് ഒരു ബർഗർ അങ്ങ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ പിന്നെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചു. പക്ഷെ അപ്പോഴാണ് ഞാൻ ഓർത്തത് രണ്ടുപേരുടെ അനക്കമൊന്നുമില്ലല്ലോ എന്ന്. എന്ത് ചെയ്യുന്നു വന്ന് നോക്കിയപ്പോഴത്തേക്കിനുമാണ് നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് സച്ചിത പുറത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. ആക്ച്വലി അവനെ ഉറക്കാനുള്ള ഒരു തയ്യാറെടുപ്പായിരുന്നു. കുഞ്ഞിതാ പയ്യെ ഉറങ്ങി തുടങ്ങുകയും ചെയ്തായിരുന്നു. ഞാൻ നോർമലി ബർഗർ ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലെ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഒരുപാടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കും. എന്നിട്ട് ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മൾ ഫ്രോസൺ മേടിക്കാൻ കിട്ടും ഇവിടെ തന്നെ. അപ്പോൾ നമ്മൾ അത് പെട്ടെന്ന്
കുക്ക് ചെയ്യാൻ എളുപ്പത്തിന് പാകത്തിന് ഇവിടെ നമുക്ക് കിട്ടും. അതുകൊണ്ട് എളുപ്പമായിരുന്നു. ജസ്റ്റ് ഒന്ന് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക, അത്രമാത്രം. കഴിഞ്ഞാൽ ഒന്ന് തട്ടിക്കൂട്ടിട്ടില്ല, അത് ഞാൻ പറഞ്ഞു, നമ്മൾ രണ്ടുപേരും ബർഗറാണ് കഴിച്ചത്. അത് പിന്നെ കാണിക്കാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് മുന്നേ തുടങ്ങിയ സച്ചു മോനെ ഉറക്കാൻ ട്രൈ ചെയ്യാം, പക്ഷെ അത് ഏറ്റില്ല. അപ്പോൾ അവൻ്റെ ഇരുന്ന് ഇടയ്ക്ക് കരച്ചിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ സച്ചു പറഞ്ഞത് പിന്നെ നീ ആദ്യം കഴിച്ചിട്ട് സച്ചു കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ടേൺ വെച്ചാണ് കഴിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതെന്നും കാണിക്കാഞ്ഞത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു ദിവസം. നല്ലൊരു ഡേ ആയിരുന്നു. ഞാൻ ചെറുക്കൻ ഡ്രസ്സ് മാറ്റി, കാരണം അവൻ കക്കി ഉറങ്ങാൻ കിടന്നു. ഉറങ്ങിയെന്ന് ഞാൻ പറഞ്ഞതാണ്, പക്ഷേ ഇതാ നോക്കിക്കേ, അവൻ ഉണർന്നു. ഇത്രയൊക്കെ ഉള്ളൂ അവൻ. ഇനിയിപ്പോൾ നമ്മൾ ഒരുമിച്ച് എന്തുവാ അവൻ്റെ കൂടെ തന്നെ ഇരിക്കണം, എന്നാലേ അവൻ ഉറങ്ങത്തുള്ളൂ. പിള്ളേരുടെ ഓരോ ഇതേ അല്ലേ. ഓക്കെ, അപ്പോൾ ഇന്ന് ഇങ്ങനെ അങ്ങ് പോയി. നല്ലൊരു ഡേ ആയിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് നമ്മളെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ പറ.